ബിജെപിയെ കടന്നാക്രമിച്ച് പട്നയിൽ സമാപിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം. വോട്ട് ചോരിയിലൂടെ ബിജെപി നേടിയ വിജയം നിയമവിരുദ്ധമെന്ന പ്രമേയം പാസാക്കി കോൺഗ്രസ്. തീവ്ര വോട്ടർ പട്ടിക പരിശോധനയ്ക്കും വിമർശനം. പിന്നാലെ ബീഹാറിനായി കോൺഗ്രസ് പത്ന ന്യായ് പദ്ധതിയും പ്രഖ്യാപിച്ചു. 1940 ശേഷം ആദ്യമായി ബീഹാറിൽ ചേർന്ന പ്രവർത്തക സമിതിയിലൂടെ ശക്തമായ സന്ദേശമാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും ബീഹാറിലെ വോട്ടർമാർക്കും കോൺഗ്രസ് നൽകുന്നത്. വോട്ട് ചോരിയിലൂന്നി ശക്തമായ കടന്നാക്രമണമാണ് ബിജെപി സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തിയത്. വോട്ടുകൾ ഇല്ലാതാക്കിയും മോഷ്ടിച്ചും നേടിയ വിജയം നിയമവിരുദ്ധമാണെന്നായിരുന്നു പ്രവർത്തക സമിതിയിൽ പാസാക്കിയ പ്രമേയത്തിന്റെ ഉള്ളടക്കം. തീവ്ര വോട്ടർ പട്ടിക പരിശോധന എന്നത് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള ബിജെപിയുടെ മറ്റൊരു ശ്രമത്തിന്റെ ഭാഗമാണെന്നും പ്രമേയത്തിൽ പറയുന്നു. ഇന്ത്യയുടെ നിലവിലെ വിദേശ നയങ്ങളെയും ചൈനയോട് അടുക്കുന്ന നിലപാടുകളെയും പ്രമേയം രൂക്ഷമായി വിമർശിച്ചു. आत्मनिर्भर की बात करते हैं वो लोग चाइना से इतना सामान मंगा रहे हैं और वो इंपोर्ट 2 गुना बढ़ गया है. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ സ്വേച്ഛാധിപത്യ സർക്കാരിനുള്ള മറുപടിയാകുമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ഇതിനെ ശരിവെക്കുന്നതെന്നോണം 10 ന്യായ് പദ്ധതിയും ബീഹാറിനായി കോൺഗ്രസ് വിഭാവനം ചെയ്തതായുള്ള പ്രഖ്യാപനവും ഉണ്ടായി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായും ക്ഷേമത്തിനായും പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി. പ്രവർത്തക സമിതിക്ക് ശേഷം നടന്ന മഹാഗഠബന്ധൻ റാലിയിൽ ജാതി സെൻസസും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ടു. हम जाति जनगणना करवाना चाहते हैं क्योंकि हम दूध का दूध पानी का पानी करवाना चाहते हैं और दिखाना चाहते हैं कि इस देश में दलितों की, अति पिछड़ों की कितनी आबादी है, माइनॉरिटीज की, आदिवासियों की, गरीब जनरल कास्ट की कितनी आबादी है, पूरे देश को पता लगना चाहिए. RJD നേതാവ് തേജസ്വി യാദവ് അടക്കം പങ്കെടുത്ത മഹാഗഠബന്ധൻ റാലി പ്രതിപക്ഷത്തിന്റെ ശക്തിപ്രകടനവുമായി മാറി. റാലിയിലേക്ക് ക്ഷണം ലഭിക്കാഞ്ഞതോടെ AIMIM മേധാവി അസദുദ്ദീൻ ഒവൈസി ബീഹാറിൽ ഒറ്റയ്ക്ക് പ്രചാരണം ആരംഭിച്ചു. മഹാഗഠബന്ധന്റെ ഭാഗമാകാൻ തയ്യാറാണെന്ന് കാട്ടി 3 തവണയാണ് ഒവൈസി RJDക്ക് കത്തയച്ചത്. ഇതിൽ ഇതുവരെയും പ്രതികരിക്കാൻ തേജസ്വി യാദവ് തയ്യാറായിട്ടില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.